സകലത്തിലും ലാക്കും കാരണഭൂതനുമായ ദൈവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നമ്മുടെ ദൈവത്തെ ഏറ്റവും മഹത്തായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ദൈവം. അത് ദൈവം എല്ലാറ്റിൻ്റെയും ഉദ്ദേശമാണെന്നും എല്ലാറ്റിൻ്റെയും ഉറവിടമാണെന്നും പറയുന്നു. സകല സൃഷ്ടികൾക്കും കാരണഭൂതൻ ദൈവമാണ്. താൻ സൃഷ്ടിയുടെ ഉറവിടമാണ്. ഇന്ന് നാം കാണുന്നതെല്ലാം സ്വതവേ രൂപം കൊണ്ടതല്ല. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത് പോലെ സകല സൃഷ്ടിക്കും പിന്നിൽ ഒരു സൃഷ്ടാവിൻ്റെ കരമുണ്ട് എന്ന് വ്യക്തമാണ്. മനുഷ്യനും ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. എല്ലാം ദൈവത്തിൽ നിന്നാണ് ഉളവായത്. സകലത്തിനും ലാക്ക് അഥവാ സൃഷ്ടിയുടെ ലക്ഷ്യവും ദൈവമാണ്. ദൈവം ആരംഭം മാത്രമല്ല, താൻ അവസാന ലക്ഷ്യവുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മുടെ കഷ്ടതകളുടെ ഉദ്ദേശം, നമ്മുടെ രക്ഷയുടെ ലക്ഷ്യം എല്ലാം ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാം വാക്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ കാരണഭൂതനായ ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം എല്ലാറ്റിനും മേലാണ്. ആകയാൽ നമ്മുടെ ജീവിതം ദൈവത്തിൽ പരമേൽപ്പിക്കാം. കഷ്ടങ്ങളിലും വിശ്വാസം കൈവിടാതെ സകലത്തിനും ലാക്കായ ദൈവത്തെ ആരാധിക്കാം.